ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT CBSE ക്ലാസ് 9th ചാപ്റ്റർ 4 ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് 2 ആണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത NCERT ക്ലാസ് 9th കംപ്ലീറ്റ് എക്സസൈസുകളുടെയും വീഡിയോസ് എല്ലാം നമ്മളെ CBSE ക്ലാസ് 9 എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എൻഡ് സ്ക്രീനിലും വരുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻസുകൾ നോക്കാം. The cost of a notebook is twice the cost of a pen. Write a linear equation in 2 variables to represent the statement. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. ടേക്ക് ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ടു ബി ₹X ആൻഡ് ദ പെൻ ടു ബി ₹Y. നോട്ട്ബുക്കിനെ എക്സ് എന്നും പെന്നിനെ വൈ എന്നും എടുക്കണം. സോ ദ കോസ്റ്റ് ഓഫ് നോട്ട്ബുക്കിൻ്റെ വാല്യൂ എക്സ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ. പെനിൻ്റെ കോസ്റ്റ് വൈ ആണ്, അതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2y. ഓക്കെ, നോട്ട്ബുക്ക് എക്സ് ആണ്, പെന്ന് വൈ ആണ്. സോ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ട്വൈസ് ദ കോസ്റ്റ് ഓഫ് എ പെൻ, x ഈക്വൽ ടു 2y. നമുക്ക് ഈ 2yനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് പോസിറ്റീവ് ബിക്കം നെഗറ്റീവ്. സോ x മൈനസ് 2y ഇസ് ഈക്വൽ ടു 0 എന്നൊരു ലീനിയർ ഇക്വേഷൻ ഫോമിലോട്ട് നമുക്കിതിനെ മാറ്റാം. Okay, so what is the linear equation for the statement? That's x minus 2y is equal to 0. Okay, the cost of a pen is twice the cost of the cost of a notebook is twice the cost of a pen. Notebook x എന്ന് പറയുന്നു, pen y എന്ന് പറയുന്നു. So x equal to 2y. 2y നെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ x minus 2y is equal to 0. That is the linear equation in 2 variable for the statement. Okay. Then second question, express the following linear equation in the form ax plus by plus c is equal to 0 and indicate the values of a, b and c in each case. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് താഴെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോമാറ്റിലോട്ട്, അഥവാ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമാറ്റിലോട്ട് മാറ്റണം. എന്നിട്ട് അതിൽ a, b, c എന്നിവയുടെ വാല്യൂ നോക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ 35 ബാർ എന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 9.35 ബാർ എന്നാണുള്ളത്. ഫസ്റ്റത്തെ ഞാൻ അതിനെടുക്കുകയാണ്. ax പ്ലസ് by പ്ലസ് c എന്ന ഫോർമാറ്റിലോട്ട് ആക്കണം. അപ്പോൾ ഈ 9.35 ബാറിനെ ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തു. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ആയതുകൊണ്ടാണ് അതിൻ്റെ മുകളിലൊരു ബാർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 3555555 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. ഈക്വൽ ടു 0 എന്ന് കൊടുക്കണേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ax പ്ലസ് by പ്ലസ് c എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് a, സോ a ഈക്വൽ ടു 2. വൈയുടെ കൂടെ ഉള്ളതാണ് b, സോ b ഈക്വൽ ടു 3. c ഇസ് ദ കോൺസ്റ്റന്റ്. ഇവിടെ പോസിറ്റീവ് ആണ്, പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ്, സോ നെഗറ്റീവ് കൺസിഡർ ചെയ്യണം. സോ മൈനസ് 9.35 ബാർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ക്വസ്റ്റ്യനെയും നമ്മൾ എക്സ് പ്ലസ് by പ്ലസ് സിയിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതിനുശേഷം നിങ്ങൾ ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോ പൗസ് ചെയ്തിട്ട് ഓരോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. യു ക്യാൻ ഡു ഇറ്റ്. ദെൻ സെക്കൻഡ് വൺ, എക്സ് മൈനസ് വൈ ബൈ 5 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് അത്. എക്സ് മൈനസ് 1 ബൈ 5 വൈ മൈനസ് 10 ആണ്. ഇതിനെ ഞാൻ ax പ്ലസ് by പ്ലസ് സിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് a. സോ ഇവിടെ എക്സിൻ്റെ കൂടെ ഒന്നുമില്ലല്ലോ, പക്ഷേ ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ടാവും. സോ എക്സിൻ്റെ കൂടെ 1, സോ a ഈക്വൽ ടു 1. വൈൻ്റെ കൂടെ ഉള്ളതാണ് b. വൈൻ്റെ കൂടെ ഉള്ളത് ആരാണ്? മൈനസ് 1 ബൈ 5 ആണ്. നെഗറ്റീവ് കൺസിഡർ ചെയ്യണം, ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. സോ മൈനസ് 1 ബൈ 5 എന്ന് വരും. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് മൈനസ് 10. ഓക്കെ, ദെൻ തേർഡ് വൺ, മൂന്നാമത്തത് മൈനസ് 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 6 എന്നാണ് പറയുന്നത്. സോ ഈ 6നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് 6 ആവും. സോ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്യുക. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് a, സോ a ഈക്വൽ ടു മൈനസ് 2 എന്നെടുക്കാം. ദെൻ b ഈക്വൽ ടു വൈയുടെ കൂടെ ദാറ്റ് ഈസ് 3 എന്നെടുക്കാം.
സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് -6 എന്ന് എടുക്കാം. ഈ ക്വസ്റ്റ്യന് ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ തപ്പുമ്പോൾ വേറെ രീതിയിലും കാണാം. അതായത് എക്സിനെ പോസിറ്റീവ് ആക്കിയാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാത്തിനും ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? 2x - 3y + 6 = 0 എന്ന് വരും. അതായത് പോസിറ്റീവ് ഒക്കെ നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ എ എത്രയാണ്? 2 ആണ്. ബി എത്രയാണ്? -3 ആണ്. സി എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും നമുക്കിത് എഴുതാം കേട്ടോ. അപ്പോൾ ഈ സൈനുകൾ നേരെ ഇൻ്റർചേഞ്ച് ആകുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തത് x = 3y ആണ്. അപ്പോൾ ഈ 3yനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ x - 3y, സി അവിടെ അല്ലല്ലോ, അപ്പോൾ ഒരു +0 ഇട്ട് കൊടുക്കുക =0. ഇനി ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം കേട്ടോ. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് എ, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ a = 1. വൈൻ്റെ കൂടെ ഉള്ളതാണ് ബി ആൻഡ് b = -3. സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് 0. ഓക്കെ, ദെൻ അടുത്ത് നമ്മളിനി നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളാം. 2x - 5y എന്നാണ് തന്നിട്ടുള്ളത്. സോ ദിസ് -5 ഐ ആം ടേക്കിംഗ് ടു ദ LHS, ദാറ്റ്സ് നെഗറ്റീവ് ബിക്കം പോസിറ്റീവ്. ആ നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. സോ 2x + 5y, സി ഇല്ല, അപ്പോൾ +0 = 0 എന്ന് കൊടുക്കും. ദെൻ ax + by + c കമ്പയർ ചെയ്യുക. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് എ, സോ a = 2. വൈയുടെ കൂടെ ഉള്ളതാണ് ബി, സോ b = 5. സി ഈസ് ദ കോൺസ്റ്റൻറ്റ്, സോ c = 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത്, അടുത്ത് വരുന്ന ആറാമത്തെ 3x + 2 = 0 ആണ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 3x + 2 = 0. നമ്മളോട് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ax + by + c = 0 എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. സോ ദർ ഈസ് നോ y. ഇവിടെ ആരില്ല? y ഇല്ല. സോ വി നീഡ് ടു മേക്ക് 1 y. ഓക്കെ, നമ്മൾ നേരത്തെ സി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 കൊടുത്തല്ലോ. അതേപോലെ y ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? 0y എന്ന് കൊടുക്കുക. അപ്പോൾ 0 × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. വൈക്ക് നമ്മൾ ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അതെന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. കാരണം 0 × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ ഇല്ലാത്ത നമ്പറിനെ നമ്മൾ 0 ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കണ്ട, ഇപ്പം നമ്മളിതിൽ ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും, വൈക്ക് ഇപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാലും, 100 കൊടുത്തു കഴിഞ്ഞാലും, 1000 കൊടുത്തു കഴിഞ്ഞാലും, 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും, 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ 0 × y ചെയ്യുമ്പോൾ അത് 0 ആയി പോകും. ഓക്കെ, സോ ഇനി ഇതിനെ നമ്മൾ ax + by + c = 0 എന്ന് പറയുന്നതുമായിട്ട് കമ്പയർ ചെയ്യാം. എക്സിൻ്റെ കൂടെ ഉള്ളതാണ് എ, സോ a = 3. വൈയുടെ കൂടെ ഉള്ളതാണ് ബി, സോ b = 0. ആൻഡ് c is the constant, that is equal to 2. a 3, b 0 and c = 2. ദെൻ സെവൻത്ത് വൺ, y - 2 = 0 എന്നാണ്. ഇവിടെ ഇല്ലാത്തത് ആരാണ്? എക്സ് ആണോ വൈ ആണോ? ഇവിടെ ഇല്ലാത്തത് എക്സ് ആണ്. സോ എക്സിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 0x എന്ന് കൊടുക്കാം. ദെൻ കമ്പയർ ഇറ്റ് വിത്ത് ax + by + c. സോ എക്സിൻ്റെ കൂടെ ഉള്ളത് എ, സോ a = 0. b with y and b = 1 and c is a constant, that is -2. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ 5 = 2x എന്നുള്ളതാണ്. സോ ഇവിടെയും y ഇല്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5നെ പുറത്തോട്ട് കൊണ്ടുപോയിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2x - 5 എന്ന് വരും, 0y എന്ന് വരും. കാരണം y ഇല്ലല്ലോ, അപ്പോൾ 0y = 0 എന്ന് വരും. ദെൻ ax + by + c = 0. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്. ഇത് വേറൊരു രീതിയിലും വരാം കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ 2xനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ -2x + 0y + 5 = 0 എന്നൊരു ഇക്വേഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ ഒന്ന് ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഇക്വേഷനും മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ a -2 ആവും, ഇവിടെ 2 ഉള്ളത്. b 0 തന്നെയാണ്, y ഇല്ലല്ലോ. ദെൻ c -5 ഉള്ളത് 5 ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ax + by + c = 0 എന്ന് പറയുന്നത് നമ്മളുടെ ലീനിയർ ഇക്വേഷൻ്റെ ഫോമാറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ട് അതിന് a b c എന്ന് പറയുന്ന, c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എയും ബിയും, a എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും b എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ്. ഓക്കെ, സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡു യു ലെവൽ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ സൂൺ. ബൈ ബൈ.